Hello guys, welcome to Mayavi. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വേറൊരു അൺബോക്സിംഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. Redmi Note 9 Prime ആണ്. ഇത് റെഡ്മിയുടെ ലേറ്റസ്റ്റ് ഫോണാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബോക്സ്. പുറത്തോട്ട് വരുമ്പോൾ അതിൻ്റെ കുറേ സ്പെക്സ് ഒക്കെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിനകത്തിൽ ആദ്യം വരുന്നത് ഇതിൻ്റെ ഫുൾ HD ഡിസ്പ്ലേ ആണ്. പിന്നെ ക്യാമറയുടെ കാര്യങ്ങൾ, പിന്നെ Type-C കേബിള്, പിന്നെ ബാറ്ററി കപ്പാസിറ്റി, അതുപോലെ തന്നെ സെൽഫി ക്യാമറയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡ്യുവൽ 4G വോൾട്ടി, അങ്ങനെ പല സപ്പോർട്ടുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ക്യാമറ സെറ്റപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രോസസ്സറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രോസസ്സർ നമ്മൾ നേരത്തെ കണ്ട ഒരു ഫോൺ റിയൽമിയുടെ നാഴ്സറോ സീരീസ് ആയിരുന്നു. അതിനകത്ത് വലിയ പെർഫോമൻസ് ഒന്നും നമുക്ക് അധികം കാണാൻ സാധിക്കുന്നില്ലായിരുന്നു. ഏകദേശം G70യും G85 ഏകദേശം ഒരുപോലെ വർക്ക് ചെയ്യുന്ന പ്രോസസ്സേഴ്സാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയാം. റെഡ്മി നോട്ട് 9ൻ്റെ ഫുൾ റിവ്യൂവിലാണെങ്കിൽ G80യും G85യും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ലിങ്ക് മണ്ടെങ്കിൽ ഇപ്പോൾ വരും, നിങ്ങളൊന്ന് പോയി കാണുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അതിനെക്കുറിച്ച് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ബോക്സ് പൊളിച്ചിട്ട് ബോക്സിനകത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് നോക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് സ്ഥിരമായിട്ട് വരുന്ന പേപ്പർ വർക്ക് ഞാൻ നോക്കാറില്ല. ഇതാണ് ഇതിൻ്റെ കേസ്. ഇതൊരു നല്ലൊരു വെള്ള കേസാണ്. അതുപോലെ നല്ല ക്വാളിറ്റിയുള്ള ഒരു വെള്ള കേസാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് മടക്കി നോക്കുമ്പോൾ നല്ല ഹാർഡ് കേസാണ് ഇവിടെ തന്നിരിക്കുന്നത്. പിന്നെ വെള്ള കവറിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കും തോറും ഇത് കളർ മാറി ഒരു മഞ്ഞ കളറാവും. അപ്പം നിങ്ങൾക്ക് കവർ മാറ്റേണ്ടി വരും. ഇനി അടുത്ത് നമ്മുടെ ഫോണാണ് വരുന്നത്. ഫോണിൻ്റെ സ്റ്റിക്കറിനകത്ത് ഇതിൻ്റെ സാർ വാല്യൂസ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇന്ത്യയിൽ വെച്ചിരിക്കുന്ന ലിമിറ്റ് 1.6 വെയിറ്റ് പെർ കിലോഗ്രാം ആണ്. ഇതിനകത്ത് ഹെഡിൽ വന്നിരിക്കുന്നത് 0.8 വെയിറ്റ് പെർ കിലോഗ്രാമും ബോഡിക്ക് വന്നിരിക്കുന്നത് 0.4 എന്ന വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ മിൻറ്റ് ഗ്രീൻ ആണ്. അത് വളരെ നല്ല കളറാണ്. ഇതിനകത്ത് തൊട്ടൊക്കെ പറയാൻ നല്ലൊരു ഗ്രേഡിയൻറ്റ് ഫിനിഷ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പരുക്കൻ പ്രതലത്തിൽ തൊടുന്നൊരു ഫീലാണ് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ നല്ല പരുക്കനായിട്ടുള്ള ഇതാണ് വന്നിരിക്കുന്നത്. ഒരു എന്തായാലും തന്നെ മാറ്റ് ഫിനിഷ്, ആ ഒരു മാറ്റ് ഫിനിഷാണ് ഇതിന് വന്നിരിക്കുന്നത്. തൊടുമ്പോഴും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. നമുക്ക് കേസ് ഒന്ന് ഇട്ട് നോക്കാം ഈ ഫോണിന് അതിൽ എങ്ങനെ വരുന്നുണ്ടെന്ന്. കേസ് ഇടുമ്പോഴും നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേസ് നല്ലപോലെ ഫിറ്റാണ് ഇതിന് വേണ്ടി. ഇനി നമുക്ക് ആ കേസ് അങ്ങ് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഫോൺ മാറ്റി വെച്ചിട്ട് ബോക്സ് കണ്ടന്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബോക്സിനകത്ത് വരുന്നത് ഒരു 10 watt ചാർജറാണ്. ഓർക്കണം, ഫോൺ 18 watt വരെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്ക് 18 watt സപ്പോർട്ട് വേണമെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുത്ത് നിങ്ങൾ മേടിക്കുക. ഇതിനകത്ത് 18 watt അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഉപയോഗിക്കണം. കാരണം ഈ ഫോൺ ഒത്തിരി ടൈം എടുക്കും. 5000 mAh ബാറ്ററി 10 watt ചാർജ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഏകദേശം 3 മണിക്കൂറിനടുത്തോ എനിക്ക് തോന്നുന്നു സമയം എടുക്കുമെന്ന്. നമ്മളത് ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാം പറയുന്നതായിരിക്കും. പിന്നെ ഇതിനകത്ത് വരുന്നത് ഒരു Type-C കേബിളാണ്. അത് നല്ല കാര്യം. ഇതിൻ്റെ ഫിസിക്കൽ ഓവർവ്യൂവിലേക്ക് പറയുമ്പോൾ വലത് സൈഡിലാണ് ഇതിൻ്റെ പവർ ബട്ടണും കൂടാതെ വോളിയം ബ്ലോക്കേഴ്സും വരുന്നത്. ഇടത്തെ സൈഡിലാണ് സിം ട്രേ വരുന്നത്. സിം ട്രേ നമ്മൾ ഊരി നോക്കുമ്പം 2 സിമ്മും ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് തന്നെയാണ് ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് 2 സിമ്മും ഒരു മെമ്മറി കാർഡ് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഫോണൊന്ന് ബൂട്ട് ചെയ്യാം. ഫോൺ ബൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഇതിൻ്റെ സ്ക്രീനിൻ്റെ സ്പെക്സ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. ഇതിന് വരുന്നത് 6.53 inches ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. അത് വളരെ നല്ല കാര്യമാണ്. കാരണം 10,000 രൂപയ്ക്ക് താഴെ വളരെ ചുരുക്കം കുറച്ച് ഫോണുകളെ ഈ ഫുൾ HD ഡിസ്പ്ലേ നിങ്ങൾക്ക് തരുന്നുള്ളൂ. Gorilla Glass 3യുടെ സപ്പോർട്ടും വരുന്നുണ്ട്. അതും ഒരു നല്ല കാര്യമാണ്. പിക്സൽ ഡെൻസിറ്റി വരുന്നത് 395 pp ആണ് പിക്സൽ ഡെൻസിറ്റി വരുന്നത്. അതും ഓക്കെ ആണ് ഈ പ്രൈസിന്. ഈ ഡിസ്പ്ലേക്ക് വരുന്ന ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 400 nits ആണ്. ഒരു ഡ്യൂ ഡ്രോപ്പ് നോച്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിന് എത്ര സ്റ്റോറേജ് ഉണ്ടെന്ന് പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ 128 GB വേർഷൻ ആയിരുന്നു എടുത്തത്. ഇതിൻ്റെ വില ഒക്കെ ഞാൻ അവസാനം പറയുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നു മിക്കവാറും കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 128 GB നിങ്ങൾക്ക് ഏകദേശം 111 GB ഇവിടെ കിട്ടുന്നുണ്ട് ഫസ്റ്റ് ഇനിഷ്യൽ ബൂട്ടിങ്ങിൽ. ഓക്കെ, ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റോറേജ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ eMMC 5.1. പിന്നെ 4 GB റാമിൽ ഏകദേശം 2.5 GB റാമും ഇവിടെ കിട്ടുന്നുണ്ട്. സാധാരണ എല്ലാ ഫോണുകളെയും കൂട്ട് തന്നെ. ഇനി നമ്മൾ ക്യാമറയിലേക്ക് പോവുകയാണെങ്കിൽ ക്യാമറയിൽ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും റിയൽ പ്രോ മോഡായാലും വൈഡ് ആംഗിൾ മോഡായാലും നൈറ്റ് മോഡായാലും എല്ലാ ഫീച്ചേഴ്സും ഇവിടെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ബാക്ക് ക്യാമിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 1080p 30 fps ആണ്. കൂടാതെ ഫ്രണ്ട് ക്യാമിലും നിങ്ങൾക്ക് ഏകദേശം 1080p 30 fps ഷൂട്ട് ചെയ്യാൻ സാധിക്കും. പോക്കോ X2 ആയിട്ട് നല്ല സിമിലാരിറ്റി ഇവിടെ തോന്നുന്നുണ്ട് ഈ ഫോണിന്. വളരെ നല്ലൊരു ഡിസൈൻ ക്യാമറ സെറ്റപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്യാമറയുടെ താഴെ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസറും കൊടുത്തിരിക്കുന്നത്. ക്യാമറയുടെ സെറ്റപ്പ് പറയുവാണെങ്കിൽ ഇതിന് പ്രൈമറി ക്യാം വരുന്നത് 13 MP ആണ്. അതിൻ്റെ അപ്പാർച്ചർ എന്ന് പറയുന്നത് f2.2 ആണ്. കൂടാതെ ഇതിന് 8 MP വൈഡ് ആംഗിൾ ലെൻസും വരുന്നുണ്ട്. അതിൻ്റെ അപ്പാർച്ചറും f2.2 ആണ്. പിന്നെ 118 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ ഉണ്ട്. 5 MP മാക്രോ ക്യാമറയും ഇപ്പോൾ f2.4 അപ്പാർച്ചറും പിന്നെ ഒരു ഡെപ്ത് സെൻസറും ആണ് ഇതിനകത്ത് കോഡ് ക്യാം സെറ്റപ്പ് വരുന്നത്. സെൽഫിയിലേക്ക് വരുമ്പോൾ 8 MP സെൽഫിയാണ് വരുന്നത്. അതിൻ്റെ അപ്പാർച്ചർ f2.2. പിന്നെ എല്ലാ സെൻസേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട്. റെഡ്മി അങ്ങനെ സെൻസേഴ്സ് ഒന്നും സ്കിപ്പ് ചെയ്തിട്ടില്ല. എല്ലാ സെൻസേഴ്സും ജൈറോസ്കോപ്പ് ആയാലും പ്രോക്സിമിറ്റി സെൻസർ ആയാലും എല്ലാ സെൻസേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി ഫിംഗർ പ്രിൻ്റ് റെസ്പോൺസീവ്നെസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, തൊടുമ്പോൾ തന്നെ തുറക്കുന്നുണ്ട്. നല്ല ഫാസ്റ്റ് ആണ് ഫിംഗർ പ്രിൻ്റ് സെൻസർ. അത്രയ്ക്ക് ഡിലേ ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഞാൻ വൈഡ് ബാൻഡ് L1 സപ്പോർട്ട് കയറി നോക്കാം. പിന്നെ അത് വൈഡ് ബാൻഡ് L1 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
നമുക്ക് വീഡിയോ ഞാൻ വീഡിയോ ഒക്കെ പ്ലേ ചെയ്ത് നോക്കിയായിരുന്നു, വീഡിയോ ഒക്കെ പ്ലേ ആവുന്നുണ്ടായിരുന്നു, അതിന് കുഴപ്പങ്ങളൊന്നുമില്ല. പ്രൂഫിന് ഇതിനായിട്ട് PTY കോട്ടിങ്ങും. സോഫ്റ്റ്വെയറിൻ്റെ ഏറ്റവും നല്ല ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡീബ്ലോട്ടഡ് ആയിട്ടാണ് വരുന്നത്. ഇന്ത്യയിൽ ബാൻ ചെയ്ത ചൈനീസ് ആപ്ലിക്കേഷൻസ് ഒന്നും ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്, അത് വളരെ നല്ലൊരു കാര്യമാണ്. പ്രൊസസ്സർ G80 റൺ ചെയ്യുന്നത്. ഇതൊരു 12nm പ്രൊസസ്സറാണ്. 2 കോഴ്സ് A75 വർക്ക് ചെയ്യുന്നത്. അത് 2 GHz ക്ലോക്ക്ഡ് ആണ്. അതുപോലെ തന്നെ 6 കോഴ്സ് A55 വർക്ക് ചെയ്യുന്നത്. അത് ക്ലോക്ക് ചെയ്തേക്കുന്ന സ്പീഡ് എന്ന് പറയുന്നത് 1.8 GHz ആണ്. CPU എന്ന് പറയുന്നത് ARM G52 GPU ആണ്. അത് ക്ലോക്ക് ചെയ്തേക്കുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് 950 MHz ആണ്. ഇതിൻ്റെ കണക്ടിവിറ്റി ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ വൈഫൈ ഇത് ബാൻഡ് വിഡ്ത്ത് 2.4 അതുപോലെ തന്നെ 5 ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലൂടൂത്തിൻ്റെ ലേറ്റസ്റ്റ് വെർഷനായ 5.0 ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡയറക്റ്റ് വൈഫൈ ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സും സപ്പോർട്ട് ചെയ്യും. പിന്നെ ഏകദേശം ഇതിന് വരുന്ന വെയിറ്റ് എന്ന് പറയുന്നത് 198 ഗ്രാമാണ്. അതും വളരെ നല്ല കാര്യമാണ്, കാരണം 5000 mAh ബാറ്ററി ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള വേരിയൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4GB 64GB ബേസ് വേരിയൻ്റ് ആണ്. അതിന് 10,000 രൂപ, കറക്റ്റ് 10,000 രൂപയാണ്. നമ്മുടെ ഇരിക്കുന്ന വേരിയൻറ്റ് 4GB 128GB വേരിയൻ്റ് ആണ്. അതിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 12,000 രൂപയാണ്. ഇനിയും ഇത് അവൈലബിൾ ആയിട്ടുള്ളത് 4 കളേഴ്സിലാണ്. സ്പേസ് ബ്ലൂ അത് വളരെ നല്ലൊരു കളറായിട്ട് എനിക്ക് തോന്നി. പിന്നെ മിൻറ്റ് ഗ്രീനും നല്ലൊരു കളറാണ്. പിന്നെ സൺലൈസ് ഫ്ലെയർ ഉണ്ട്. പിന്നെ മാറ്റ് ബ്ലാക്ക് ഉണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളർ എടുക്കുക. ഇപ്പോൾ ഇത് തൽക്കാലം ഫ്ലാഷ് സെയിൽ വഴിയാണ് നിങ്ങൾക്കറിയാം കിട്ടുന്നത്. ഇന്ന് ആമസോണിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. നിങ്ങൾ ആ ഡേറ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പോയി മേടിക്കുക. ഫുൾ റിവ്യൂ അപ്പോൾ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ മായാവി സൈനിങ് ഓഫ്.